ഹോർമൂസ് കടലിലൂടെ സഞ്ചരിക്കുന്ന ഏത് കപ്പലുകളെയും ആക്രമിക്കും എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇത് വലിയ സങ്കീർണമാക്കുകയാണ് സാഹചര്യങ്ങളെ. ഇപ്പം ഗൾഫ് രാജ്യങ്ങളെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിൻ്റെ ശത്രുത മുഴുവൻ ഇറാൻ ഏറ്റുവാങ്ങുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള നമുക്കറിയാം ഈ കടൽ മാർഗമാണ്, പ്രത്യേകിച്ചും ഈ ഹോർമൂസ് കടലിലൂടെയാണ് ലോകത്തിലെ മുഴുവനുമുള്ള എണ്ണ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കപ്പലിന് മേലുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് എണ്ണയുടെ വിലയുമായി ബന്ധപ്പെട്ടിട്ട് ഏത് സാഹചര്യമാണ് ഉണ്ടാക്കുക? എന്തായിരിക്കും ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്? ഒപ്പം ഒരു ഗൾഫ് ഇറാൻ യുദ്ധത്തിലേക്കാണോ ലോകം നീങ്ങുന്നത്? ഈ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ സൈന്യത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ IRGC. ആ IRGCയുടെ തലവൻ ഒരു ഭീഷണി മുഴക്കി. ഹോർമൂസ് ഉൾക്കടലിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു കപ്പലിനെയും ഇറാൻ ആക്രമിക്കും എന്നൊരു ഭീഷണി IRGC തലവൻ മുഴക്കി. അത് വെറുമൊരു ഭീഷണിയല്ല. അയാൾ പറയുന്നത് അയാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ഊർജ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കും. അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം പറയുന്നത് അങ്ങനെ ഹോർമൂസ് ഉൾക്കടലിലൂടെയുള്ള ഗതാഗതത്തെയോ അല്ലെങ്കിൽ ചരക്ക് എണ്ണയുടെ നീക്കത്തെയോ ഒന്നും ഇറാൻ ഇതുവരെ തടഞ്ഞിട്ടില്ല എന്നാണ്. അത് തടയാൻ സമ്മതിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരി, ഈ ഒരു ആശങ്കയുടെ ഇടയിൽ എണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട്. വളരെ മാസങ്ങൾക്ക് ശേഷം ഇന്നലെ ബ്രന്റ്, അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ബെഞ്ച് മാർക്ക് ഒരു പ്രൈസാണ് ഈ ബ്രന്റ്. ഒരു ബ്രാൻഡാണ് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബ്രാൻഡാണ് ബ്രന്റ് എന്ന് പറയുന്നത്. ആ ബ്രന്റിന്റെ വില ഒരു ബാരലിന് $79 എന്നുള്ള നിലയിലേക്ക് കുതിച്ചുയർന്നു. $80 അടുത്തെത്തി. തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ശരിക്കും ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ 20% നടക്കുന്നത് ഹോർമൂസ് ഉൾക്കടലിലൂടെയാണ്. സമുദ്രത്തിലൂടെ അല്ലെ വെള്ളത്തിലൂടെയുള്ള എണ്ണയുടെ നീക്കത്തിൽ 30% ഹോർമൂസ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഹോർമൂസ് ഉൾക്കടൽ എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിനെ അറേബ്യൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഉൾക്കടലാണ്. അതായത് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഗൾഫ് ഓഫ് ഒമാനിലേക്കും ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും അറേബ്യൻ കടലിലേക്കും അങ്ങനെയാണ് ഇപ്പോൾ എണ്ണക്കപ്പലുകൾ, ഗൾഫിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ നീങ്ങുന്നത്. ഇത് ഈ ഹോർമൂസ് ഉൾക്കടലിൻ്റെ തെക്ക് ഭാഗത്ത് ഒമാനും വടക്ക് ഭാഗത്ത് ഇറാനും സ്ഥിതി ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഈ കടലിൽ ഇതിലൂടെയാണ് ഖത്തർ LNGയുടെ ഏതാണ്ട് 90% ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ്, പിന്നെ ഇറാൻ്റെ തന്നെ എണ്ണ എല്ലാം ഈ ഹോർമൂസ് ഉൾക്കടലിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹോർമൂസ് ഉൾക്കടൽ തടസ്സപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം LNG സോഴ്സ് ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. അത് നമ്മുടെ പ്രകൃതിവാതകത്തിൻ്റെ വില കുതിച്ചുയരുന്നതിലും ലോകത്തിൽ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയരുന്നതിലും ഒക്കെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ക്രൂഡ് ഓയിലിൻ്റെ വില ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ച് കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം ഗൾഫ് ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയത് കൊണ്ട് ഇത് ഗൾഫിനെയും ബാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ എണ്ണയുടെ നീക്കം തടസ്സപ്പെട്ടാൽ എണ്ണയുടെ ഉപഭോക്താക്കളെ മാത്രമല്ല വിൽപ്പനക്കാരെയും ബാധിക്കുമല്ലോ. കാരണം അവർക്ക് എണ്ണ വിറ്റിട്ട് വേണം അവരുടെ രാജ്യത്തിൻ്റെ റവന്യൂ നേടേണ്ടത്. എണ്ണ വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തടസ്സം നീക്കുക എന്നുള്ളത് അവർക്കും അത്യന്താപേക്ഷിതമാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഇതുവരെ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയില്ല. അവിടെ ഇറാന് പ്രതികൂലമായിട്ട് തന്നെയുള്ള നിലപാടാണ് GCC എടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാതെ എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇറാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ നമുക്ക് പറയാൻ നിവൃത്തിയില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരത്തെ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം
സൗദിയുടെ ഏറ്റവും വലിയ സൗദി അരാംകോയുടെ ഏറ്റവും വലിയ റിഫൈനറിക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി, ഡ്രോൺ ആക്രമണം നടത്തി. ദിവസം 5.5 ലക്ഷം ബാരൽ പിന്നെ പെട്രോളും ഡീസലും ഒക്കെ പ്യൂരിഫൈ ചെയ്ത് ഉള്ള പ്രോഡക്റ്റ്, വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സൗദിയിലെ ഏറ്റവും വലിയ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അതുപോലെ തന്നെ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ ആക്രമിക്കൂ എന്ന് ആദ്യം പറഞ്ഞിരുന്ന ഇറാൻ ആ വാക്കൊക്കെ തെറ്റിച്ചിട്ട് ഗൾഫിലെ ജനവാസ കേന്ദ്രങ്ങളെയും അതുപോലെ ഗൾഫിന്റെ അടിസ്ഥാന സൗകര്യ മേഖലകളിലെയും ഊർജ മേഖലയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അധികം നാൾ ഗൾഫിന് സഹിക്കാൻ പറ്റില്ല. കാരണം ഗൾഫിന്റെ സമ്പദ്ഘടനയെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. താരതമ്യേന നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒമാൻ പോലൊരു രാജ്യത്തും ഒമാന്റെ ഒരു തീരത്ത് ആങ്കർ ചെയ്തിരുന്ന നങ്കൂരമിട്ടിരുന്ന ഒരു ടാങ്കറിന് നേരെ ആക്രമണം നടത്തി ഇറാൻ. അതിലെ 15 ഇന്ത്യൻ തൊഴിലാളികൾക്ക് പരിക്കേറ്റു, ഒരു ഇന്ത്യൻ തൊഴിലാളി കൊല്ലപ്പെട്ടു. ഇറാൻ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ മണ്ടത്തരമാണ്. ഇങ്ങനെ ഒരു എസ്കലേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചാൽ പിന്നീട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുപോക്കില്ല. കാരണം അറബികളും ഇറാനികളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് മധ്യപൂർവേഷ്യയെ എന്നേക്കുമായിട്ട് മാറ്റിമറിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട അതൊരു ഷിയ സുന്നി യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ തൽക്കാലം ഞാൻ ചിന്തിക്കുന്നത് GCCയുടെ സൈന്യം, അതായത് സൗദിയുടെയോ അല്ലെങ്കിൽ UAEയുടെയോ ഒന്നും സൈന്യം നേരിട്ട് ഇറാനുമായിട്ട് ചിലപ്പോൾ ഏറ്റുമുട്ടാൻ തൽക്കാലം വരില്ലായിരിക്കാം. പക്ഷേ ആദ്യ പടി എന്നുള്ള നിലയിൽ ഏതായാലും ഇറാൻ ഈ രാജ്യങ്ങളെയെല്ലാം ആക്രമിക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാൻ അമേരിക്കയെ അനുവദിക്കാൻ സാധ്യതയുണ്ട്. അതായത് എന്തായാലും ഇപ്പം ദുബൈ എയർപോർട്ടോ അബുദാബി എയർപോർട്ടിലോ അല്ലെങ്കിൽ റിയാദ് എയർപോർട്ടിലോ ഒക്കെ ഇറാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ വിമാനങ്ങൾക്ക് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുവാദം അവർ കൊടുത്തു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് തൊട്ടടുത്ത കേന്ദ്രത്തിൽ നിന്ന് തന്നെ വിമാനം പറന്നു വരാം. അതായത് റീഫ്യൂവലിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കോമ്പാറ്റ് റേഡിയസിൽ ഉള്ളിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് വിമാനത്താവളങ്ങൾ ധാരാളം ഗൾഫിലുണ്ട്. അവയ്ക്ക് വളരെ ഒരു തവണ ഫ്യൂവൽ അടിച്ചിട്ട് ഇറാനെ പോയി ആക്രമിച്ചിട്ട് നിസ്സാരമായിട്ട് തിരിച്ചു വരാം. ആ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇറാൻ ഒറ്റപ്പെടുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശരി, ഊർജ ഒരു സുരക്ഷിതത്വത്തിന് ഇതൊരു കനത്ത അടിയായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനെ മറികടക്കാൻ വേണ്ടി ഇന്ത്യ കൂടുതൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാനാണ് സാധ്യത. ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഈ സ്ഥലത്ത്, അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ അല്ല, അത് സൂയസ് കനാലിലൂടെ അല്ലെങ്കിൽ ആഫ്രിക്ക കറങ്ങിത്തിരിഞ്ഞ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ വരാം, അതുമല്ലെങ്കിൽ പസഫിക്കിലൂടെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങിക്കുന്നതിനെ ഒരു തരത്തിലും നമുക്ക് ഈ ഹോർമൂസ് ഉൾക്കടലിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയില്ല. അപ്പോൾ ഇന്ത്യ ആ ഒരു രീതിയിലേക്ക് മാറാനാണ് സാധ്യത. ചില സാഹചര്യത്തിൽ തോന്നുമ്പോൾ നമുക്ക് തോന്നും ഉർവശി ശാപം ഉപകാരം പോലെ ആവും ഇന്ത്യക്ക്. കാരണം ഇപ്പൊ അമേരിക്കയ്ക്കൊന്നും പറയാനും പറ്റില്ല. കാരണം ഇവിടെ അമേരിക്കയുടെ ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഹോർമൂസ് ഉൾക്കടൽ ഇറാൻ അടയ്ക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് എവിടെ നിന്നെങ്കിലും എണ്ണ വാങ്ങിച്ചേ പറ്റും. വെനിസ്വേലയിൽ നിന്ന് വരുന്ന എണ്ണ എന്ന് പറയുന്നത് അത് റഷ്യയിൽ നിന്നും വരുന്നതിനേക്കാൾ സമയം കൂടുതൽ എടുക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പം റഷ്യക്ക് ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാകാനാണ് സാധ്യത. കാരണം പല രാജ്യങ്ങളും റഷ്യ എണ്ണ വാങ്ങാൻ നിർബന്ധിതമാണ്. ഇന്ത്യയും ചൈനയും ഒക്കെ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളും ഒരു നിഷ്പക്ഷത, ഇത് ഇപ്പോൾ പുലർത്തുന്ന നിഷ്പക്ഷതയിൽ നിന്ന് മാറി ഇറാനെ അപലപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇറാൻ ഊർജ സ്രോതസ്സുകളെ ആക്രമിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ യുദ്ധവാർത്തകളുമായിട്ട് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം.